നിധി അച്ഛന്റെ അടുത്തെത്തി. അച്ഛനും ഗോപിയേട്ടനും ഉമ്മറത്ത് എന്തോ വലിയ കാര്യങ്ങൾ പറയുന്നു. നന്ദനും മുകുന്ദനും അടുത്തിരിപ്പുണ്ട്. സ്ഥലം, വീട്, താമസം, പള്ളിക്കുടം, ഇങ്ങനെ കുറച്ചു വാക്കുകൾ നിധിക്ക് തിരിഞ്ഞു. അടുത്തു ചെന്നിട്ടും അച്ഛൻ ചിരിക്കുകയോ മടിയിലിരുത്തുകയോ ചെയ്തില്ല. തിരിഞ്ഞു നടന്നു. അടുക്കളയിൽ കമല കറികൾ ഉണ്ടാക്കുന്നു. അമ്മയും സഹായിക്കുന്നുണ്ട്. ഭാർഗവി മുത്തശ്ശി നിലവിളക്ക് കൊളുത്തുന്നു. കൊച്ചുമക്കൾ മീരയും മഞ്ജുളയും അടുത്തുണ്ട്. തഴപ്പായ നിലത്ത് നിവർത്തിയിട്ട് അവർ ഇരുന്നു. മോളിങ്ങുവാ, അമ്പൂറ്റിയെ തൊഴുതോ. ഭിത്തിയിൽ പിടിപ്പിച്ച പലകയിൽ ഒരു തളിക, അതിനുള്ളിൽ കത്തുന്ന നിലവിളക്ക്. വിളക്കിന് പിന്നിൽ പതിപ്പിച്ചു വെച്ച ദൈവങ്ങളുടെ പടങ്ങൾ: ശിവൻ, കൃഷ്ണൻ, ഗണപതി, ദേവി. വിളക്കിന് മുന്നിൽ മറ്റൊരു കൊച്ചു തളികയിൽ നിറയെ പൂക്കൾ. അതിൽ നിന്ന് വിരിയാൻ പോകുന്ന കുറച്ചു മുല്ലമൊട്ടുകൾ വാരി മീര അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. നല്ല മണം. ഇരുനിറമുള്ള നീണ്ട കോലൻ മുടിയുള്ള കണ്ണാടി കവിളുകളുള്ള മീര ചേച്ചി. നിധി അവൾക്ക് നേരെ ചിരിച്ചു. പിന്നെ പൂക്കൾ മുഖത്തു ചേർത്തു. മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ച് നാമജപം കേട്ട് അവൾ പതിയെ ഉറങ്ങി.